എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റിയത്? ഇംഗ്ലണ്ടിലെ ഏറ്റവും സക്സസ്ഫുൾ ഫുട്ബോൾ ക്ലബ്ബിൽ നിന്ന് ഇപ്പോൾ ഒരു മീമായ ഫുട്ബോൾ ക്ലബ്ബ്. 2013 ഫെർഗി ഒരു ചാമ്പ്യനായിട്ട് റിട്ടയർ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പ്രീമിയർ ലീഗിനെക്കാട്ടും കൂടുതൽ മാനേജേഴ്സാണ് ഉണ്ടായത്. ചിലപ്പോൾ ഫുട്ബോളിൽ ആർക്കും ഫെർഗീനെ ശരിക്കും റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫെർഗ്യൂസിന്റെ റിട്ടയർമെന്റ് മാത്രമാണോ യുണൈറ്റഡിന്റെ ഡൗൺഫോളിന്റെ കാരണം? ഫെർഗ്യൂസിന്റെ റിട്ടയർമെന്റ് മാത്രമാണോ യുണൈറ്റഡ് സൈൻ ചെയ്യുന്ന ഒട്ടുമിക്ക പ്ലെയേഴ്സും ഫ്ലോപ്പ് ആവാനുള്ള കാരണം? ആൻഡ് ഫെർഗിയുടെ റിട്ടയർമെന്റ് ആണോ യുണൈറ്റഡ് വേൾഡിനെ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ക്ലബ്ബിൽ നിന്ന് കയ്യിൽ തീരെ ക്യാഷ് ഇല്ലാത്ത ക്ലബ്ബ് ആവാനുള്ള കാരണം? ഇതിനൊക്കെ ആരാണ് കാരണം എന്ന് ഏത് യുണൈറ്റഡ് ഫാനോട് ചോദിച്ചാലും അവരുടെ എല്ലാവരുടെയും ആൻസർ സെയിം ആയിരിക്കും: ദ ഗ്ലേസേഴ്സ്. ആരാണ് ഗ്ലേസേഴ്സ് ആൻഡ് എങ്ങനെയാണ് ഇവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഡിസ്ട്രോയ് ചെയ്തത്? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് വാച്ച് ചെയ്യേണ്ടപ്പോൾ സബ്സ്ക്രൈബ്. 2005 ഗ്ലേസേഴ്സ് ഫാമിലി യുണൈറ്റഡ് ടേക്ക് ഓവർ ചെയ്യണത്. ആൻഡ് അന്ന് തൊട്ടേ യുണൈറ്റഡിൻ്റെ ഫാൻസ് ആക്റ്റീവായിട്ട് ഗ്ലേസേഴ്സിന് അഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓൾഡ് ട്രാഫോർഡിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും. പക്ഷെ വെയിറ്റ്, ഇത് ആക്ച്വലി ഈ കഥയുടെ ക്ലൈമാക്സ് ആണ്. ഈ കഥ ശരിക്കും തുടങ്ങിയത് 2003 1991 തൊട്ട് തന്നെ യുണൈറ്റഡ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റേർഡ് ആയ ഒരു എൻറ്റിറ്റി ആയിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് യുണൈറ്റഡിൻ്റെ ഷെയർസ് പല പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 90s early 2000s യുണൈറ്റഡിൻ്റെ പിച്ചിലെ സക്സസ് കാരണം ഷെയർ പ്രൈസ് കൂടി ആൻഡ് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോഫിറ്റ്സും കൂടി. ആൻഡ് 2003 ഒരു റഷ്യൻ ബില്യനെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മെജോറിറ്റി ഷെയർസ് മേടിക്കുന്ന പോലും ഒരു റൂമർ ഉണ്ടായിരുന്നു. ആ റഷ്യൻ ബില്യനെയറിൻ്റെ പേര് റോമൻ അബ്രാമോവിച്ച്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അബ്രാമോവിച്ച് യുണൈറ്റഡിനെ മേടിച്ചില്ല. പകരം ചീപ്പായിട്ട് വേറൊരു പ്രീമിയർ ലീഗ് ക്ലബിനെയാണ് മേടിച്ചത്. ആൻഡ് അബ്രാമോവിച്ച് യുണൈറ്റഡ് മേടിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ച അതേ സമയത്ത് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാത്ത ഒരു അമേരിക്കൻ ബിസിനസ്മാൻ യുണൈറ്റഡിൻ്റെ 3% ഷെയർ മേടിച്ചു, 90 മില്യൺ പൗണ്ട്സിന്. മാൽക്കം ഗ്ലേസർ. വെറും 3% ഷെയർസ് മാത്രം ഗ്ലേസേഴ്സ് മേടിച്ചതും കൊണ്ട് ആരും ഇതിനെക്കുറിച്ച് വലിയ ബോധവായില്ല. ശരിക്കും ആരാണ് ഗ്ലേസേഴ്സ്? ശരിക്കും മാൽക്കം ഗ്ലേസർ ഒരു ഭയങ്കര ബ്രില്യൻ ബിസിനസ്മാൻ ആയിരുന്നു. പലപ്പോഴും ലോൺസ് ലെവറേജ് ചെയ്താണ് ഗ്ലേസർ ഓരോ അസറ്റ്സും മേടിക്കണത്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ലോൺസ് കിട്ടാൻ വേണ്ടി താൻ മേടിക്കാൻ പോണ അതേ അസറ്റ് ആയിരിക്കും ഗ്ലേസർ കൊലാറ്ററലായിട്ട് വെക്കണത്. ഈ ട്രിക്ക് ഫോളോ ചെയ്യണത് കൊണ്ട് ഗ്ലേസറിന്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ ചിലവാവില്ല. ആദ്യമായിട്ടല്ല ഗ്ലേസേഴ്സ് സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. 1994 അമേരിക്കൻ ഫുട്ബോളിൽ സ്ട്രഗിൾ ചെയ്യണ ടാമ്പ ബേ ബക്കനേഴ്സിനെ മാൽക്കം ഗ്ലേസർ $192 മില്യൺ കൊടുത്ത് മേടിച്ചു. ഗ്ലേസേഴ്സ് ഇത് മേടിക്കാൻ കാരണം സ്പോർട്സിനോടുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ടാമ്പ ബേ ഫാൻ ആയതുകൊണ്ടൊന്നുമല്ല. ഇതിന്റെ പുറകിൽ വേറൊരു എയിം ഉണ്ടായിരുന്നു. ക്ലബ്ബ് മേടിച്ചു കഴിഞ്ഞിട്ട് മാൽക്കം ഗ്ലേസർ ടാമ്പ ബേ ബക്കനേഴ്സിന് ഒരു പുതിയ 70,000 കപ്പാസിറ്റി സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്യണമെന്ന് ലോബി ചെയ്തു. പക്ഷേ ഈ സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഫണ്ട് ടാമ്പ ബേയുടെ ലോക്കൽ ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. സ്റ്റേഡിയം പണിയാനുള്ള ഫണ്ട് കിട്ടിയില്ലെങ്കിൽ താൻ ക്ലബ്ബ് വേറെ സിറ്റിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഗ്ലേസേഴ്സ് ഗവൺമെന്റിനെ പ്രഷർ ചെയ്തു. ആൻഡ് ടാമ്പ ബേയുടെ ലോക്കൽ സ്പോർട്സ് ടീം പോവാണ്ടിരിക്കാൻ ഗവൺമെന്റ് ഈ ഫണ്ട് റേസ് ചെയ്യാൻ ഒരു പുതിയ ടാക്സ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1994 $192 മില്യൺ കൊടുത്ത് മേടിച്ച ടാമ്പ ബേ ബക്കനേഴ്സിന്റെ ഇന്നത്തെ വാല്യൂ $3.6 ബില്യൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാൽക്കം ഗ്ലേസർ ഒരു ബ്രില്യൻറ്റ് ബിസിനസ്മാൻ ആണ്. അമേരിക്കൻ ഫുട്ബോളിൽ തനിക്ക് കിട്ടിയ ഈ സക്സസ് കാരണമാണ് ഗ്ലേസേഴ്സ് ഇംഗ്ലീഷ് ഫുട്ബോൾ മാർക്കറ്റിലേക്ക് വന്നത്. വെറും 3% ഷെയർ മേടിച്ചു തുടങ്ങിയ ഗ്ലേസേഴ്സ് പതുക്കെ അവരുടെ പോർട്ട്ഫോളിയോ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. നവംബർ 2003 ആയപ്പോഴേക്കും ഗ്ലേസേഴ്സ് ഓൺ ചെയ്യുന്ന ടോട്ടൽ ഷെയർസ് 15% ആയി. 2004 ആയപ്പോഴേക്കും ഗ്ലേസേഴ്സിന്റെ ടോട്ടൽ ഷെയർസ് 30% ആയി. അവസാനം ഗ്ലേസേഴ്സിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആക്കാനുള്ള കാരണം ഒരാളായിരുന്നു, ഒരൊറ്റ ആള്: സർ അലക്സ് ഫെർഗ്യൂസൺ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ വിചാരിക്കണ്ടാവും ഞാൻ എന്തൊക്കെയാണ് ഈ പറയണതെന്ന്. ഫെർഗ്യൂസൺ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മാനേജർ. അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് യുണൈറ്റഡിന് ഹാംഫുൾ ആയ ഒരു കാര്യം ചെയ്യാൻ പറ്റണത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഗ്ലേസേഴ്സ് യുണൈറ്റഡിന്റെ ഫുൾ ടേക്ക് ഓവർ ചെയ്യണതിന് മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓണേഴ്സ് ഐറിഷ് ഇൻവെസ്റ്റേഴ്സായ
JP മക്മാനസും ജോൺ മാഗ്നിയറുമായിരുന്നു. JP മക്മാനസും ജോൺ മാഗ്നിയറും അലക്സ് ഫെർഗ്യൂസണും ഫുട്ബോൾ അല്ലാണ്ട് വേറൊരു സ്പോർട്സിലും കൂടെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ഹോഴ്സ് റേസിംഗ്. യുണൈറ്റഡിൻ്റെ സക്സസും ഫെർഗ്യൂസന്റെ പെർഫോമൻസും കാരണം മാഗ്നിയറും മക്മാനസും ഫെർഗിക്ക് റോക്ക് ഓഫ് ഗിബ്രാൾട്ടർ എന്ന കുതിരേനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഈ കുതിരയുടെ രജിസ്ട്രേഷൻ ഫെർഗിയുടെ പേരിലായിരുന്നു. ഈ അറേഞ്ച്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിനാമി ഏർപ്പാടായിരുന്നു. കുതിര രജിസ്റ്റർ ചെയ്തേക്കണ ഫെർഗ്യൂസന്റെ പേരിൽ. പക്ഷേ അതിൻ്റെ ആക്ച്വൽ ഓണേഴ്സ് JP മക്മാനസും ജോൺ മാഗ്നിയറും തന്നെയായിരുന്നു. 2003 ഈ കുതിരയ്ക്ക് വാല്യുവേഷൻ 50 മില്യൺ പൗണ്ട്സ് ആയിരുന്നു. നൗ ഈ ന്യൂസ് ഫെർഗ്യൂസന്റെ ചെവിയിലെത്തിയപ്പോൾ ഫെർഗിക്കും ഒരു ഷെയർ വേണമെന്ന് തോന്നി. റോക്ക് ഓഫ് ഗിബ്രാൾട്ടർ ഇത്ര നാൾ ജയിച്ച റേസസിൻ്റെ പ്രൈസ് മണിയുടെ ഒരു ഷെയർ, ഇനി ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും റേസ് ജയിച്ചാൽ അതിൻ്റെയും ഒരു ഷെയർ. ഇതൊക്കെ കഴിഞ്ഞ് റോക്ക് ഓഫ് ഗിബ്രാൾട്ടറിനെ ബ്രീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കുട്ടികളുടെയും ഒരു പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഫെർഗിക്ക് വേണമെന്ന് പറഞ്ഞു. നൗ ഫെർഗി പറഞ്ഞത് ഒന്നും മക്മാനസ് ആണെങ്കിലും മാഗ്നിയർ ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്തില്ല. ഇത് കാരണം ഫെർഗിയും യുണൈറ്റഡിൻ്റെ ഓണേഴ്സുമായിട്ട് അടിയായി. ഫെർഗി മക്മാനസിനെ മാഗ്നിയറിനെ നേരെ കോർട്ടിലേക്ക് കൊണ്ടുപോയി. ഇത് കഴിഞ്ഞപ്പോൾ യുണൈറ്റഡിൻ്റെ ഓണേഴ്സും വെറുതെ ഇരുന്നില്ല. അവർ ഫെർഗിയുടെ പേരിൽ കുറേ കാര്യങ്ങൾ അക്യൂസ് ചെയ്തു. ഫെർഗിയുടെ പവർ യൂസ് ചെയ്ത് തൻ്റെ മോനായ ജേസൺ ഫെർഗ്യൂസനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫുട്ബോൾ ഏജൻ്റായിട്ട് ഹയർ ചെയ്തു എന്ന് ഇവർ പറഞ്ഞു. ഇതിൻ്റെ ഒപ്പം രണ്ടാമത്തെ മോനായ ഡാരൻ ഫെർഗ്യൂസനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്കൗട്ടായിട്ടും ഹയർ ചെയ്തു. ക്ലബിൻ്റെയും ഫെർഗ്യൂസൻ്റെയും ഫ്യൂച്ചർ എന്താവുമെന്ന് ഡൗട്ടായതുകൊണ്ട് കുറേ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയർസ് മുഴുവൻ സെല്ല് ചെയ്തു. ആൻഡ് ഈ ഷെയർ എല്ലാം മേടിച്ചത് ഗ്ലേസേഴ്സ് ആയിരുന്നു. 2005 ന്യൂ ഇയർ ആയപ്പോൾ യുണൈറ്റഡിൻ്റെ ഓണേഴ്സും ഫെർഗ്യൂസനുമായിട്ടുള്ള കേസ് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിലെത്തി. യുണൈറ്റഡിൻ്റെ ഓണേഴ്സും ഫെർഗ്യൂസനുമായിട്ടുള്ള കേസ് കഴിഞ്ഞു എന്ന ന്യൂസ് വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ യുണൈറ്റഡിൻ്റെ പ്രൈസ് പിന്നെയും റൈസ് ചെയ്തു. ആൻഡ് ഈ റൈസ് അതിൻ്റെ പീക്കിലെത്തിയപ്പോൾ ജോൺ മാഗ്നിയറും JP മക്മാനസും അവരുടെ ഷെയർ മാക്സിമം പ്രോഫിറ്റിന് ഗ്ലേസേഴ്സിനെ വിറ്റു. അങ്ങനെ 12 മെയ് 2005 790 മില്യൺ പൗണ്ട്സ് കൊടുത്ത് ഗ്ലേസേഴ്സ് യുണൈറ്റഡിൻ്റെ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സായി. ടേക്ക് ഓവർ സംഭവിച്ചത് 2005 യുണൈറ്റഡ് പിച്ചിൽ അപ്പോഴും സക്സസ്ഫുൾ ആയിരുന്നു. 2009 റൊണാൾഡോ ഒരു വേൾഡ് റെക്കോർഡ് ഫീന് റയൽ മാഡ്രിഡ് ജോയിൻ ചെയ്യും. ആൻഡ് ഇവിടം തൊട്ടാണ് ഗ്ലേസേഴ്സ് കാരണം യുണൈറ്റഡിൻ്റെ ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്യണത്. യുണൈറ്റഡിൻ്റെ 80 മില്യനാണ് റൊണാൾഡോയുടെ സെയിലിൽ നിന്ന് കിട്ടിയത്. ആൻഡ് ഈ ക്യാഷ് വെച്ച് യുണൈറ്റഡ് മേടിച്ച പ്ലെയേഴ്സാണ് മൈക്കിൾ ഓവൻ, ആന്റോണിയോ വലൻസിയ, ഗബ്രിയൽ ഓബർട്ട. ആ സമ്മറിൽ റയൽ മാഡ്രിഡ് വെസ്ലി സ്നൈഡറിനെയും ആയൻ റോബനെയും യുണൈറ്റഡിലേക്ക് സെല് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ ഗ്ലേസേഴ്സ് പറഞ്ഞു അവർക്ക് പ്ലെയേഴ്സ് വേണ്ട, ക്യാഷ് മതിയെന്ന്. ഫെന്റാസ്റ്റിക് ബിസിനസ്. ഈ സമയത്ത് ഒരു മെയിൻ സ്റ്റാർട്ടിംഗ് പ്ലെയറിനെ പോലും യുണൈറ്റഡ് സൈൻ ചെയ്തില്ല. എല്ലാം ചെറിയ എമൗണ്ടിന് മേടിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിരുന്നു. ആൻഡ് ഇതേ സമയം സിറ്റി ആണെങ്കിലോ യായ ടോറേനെയും അഗ്വേറോനെയും ഡേവിഡ് സിൽവേനെയൊക്കെ മേടിച്ച് അവരുടെ ടീം ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഫെർഗി പറഞ്ഞു ക്യാഷ് സ്പെൻഡ് ചെയ്യാനായിട്ട് യുണൈറ്റഡ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു വാല്യൂവും കാണുന്നില്ലെന്ന്. ആ സെയിം ട്രാൻസ്ഫർ വിൻഡോയിൽ ചെൽസി ഹസാർഡിനെ സൈൻ ചെയ്തു. 2011 FA കപ്പ് ജയിച്ച സിറ്റി 2012 യുണൈറ്റഡിനെ ബീറ്റ് ചെയ്ത് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവും. ആൻഡ് അവസാനം 2013 ഗ്ലേസേഴ്സ് ഒരു മെയിൻ പ്ലെയറിനെ സൈൻ ചെയ്യും, റോബിൻ വാൻ പേഴ്സി. വാൻ പേഴ്സി കാരണം യുണൈറ്റഡ് 2013 പ്രീമിയർ ലീഗ് ജയിക്കും. ആൻഡ് ഫെർഗി ഒരു ചാമ്പ്യനായിട്ട് റിട്ടയർ ചെയ്യും. ഗ്ലേസേഴ്സിന്റെ റൊണാൾഡോ റിപ്ലേസ്മെന്റ് ഭയങ്കര ബാഡ് ആയിരുന്നെങ്കിൽ ഗ്ലേസേഴ്സിന്റെ ഫെർഗി റിപ്ലേസ്മെന്റ് അതിനേക്കാൾ ബാഡ് ആയിരുന്നു. കാരണം ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മാനേജറിനെ റിപ്ലേസ് ചെയ്തത് ഡേവിഡ് മോയേസ് ആണ്. ഈ സെയിം സമ്മറിൽ ഗ്വാഡിയോള അവൈലബിൾ ആയിരുന്നു, ജോസെ മറീനോ അവൈലബിൾ ആയിരുന്നു, കാർലോ ആഞ്ചലോട്ടി അവൈലബിൾ ആയിരുന്നു. ആൻഡ് വേണമെങ്കിൽ ഡോർട്ട്മന്റെ കയ്യിൽ നിന്ന് യർഗൻ ക്ലോപ്പിനെയും ഒപ്പിക്കായിരുന്നു. പക്ഷെ നോപ്പ്, നമുക്ക് വേണ്ടത് ഡേവിഡ് മോയേസിനെയാണ്. ഫെർഗിയോടൊപ്പം യുണൈറ്റഡിന്റെ ആ സമയത്തെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡേവിഡ് ഗില്ലും റിട്ടയർ ചെയ്തു. ആൻഡ് ഡേവിഡ് ഗില്ലിനെ ഗ്ലേസേഴ്സ് റിപ്ലേസ് ചെയ്ത് എഡ് വുഡ്വേർഡിനെ വെച്ചാണ്. യുണൈറ്റഡ് ആ സമ്മറിൽ ഫാബ്രിഗാസ് ആയിട്ട് ലിങ്ക്ഡായി, റൊണാൾഡോ ആയിട്ട് ലിങ്ക്ഡായി, ആൻഡ് ഗാരറ്റ് ബെയിലുമായിട്ട് ലിങ്ക്ഡായി. ഫെർഗി ചിലപ്പോൾ 2013 റിട്ടയർ ചെയ്തില്ലെങ്കിൽ യുണൈറ്റഡ് ഇവരൊക്കെ സൈൻ ചെയ്തേനെ. പക്ഷേ ഇവരൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടും യുണൈറ്റഡ് ആ സമ്മറിൽ സൈൻ ചെയ്ത പ്ലെയർ മറുവാൻ ഫെലേനി മാത്രമായിരുന്നു. കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസായ യുണൈറ്റഡ് ആ സീസണിൽ 7th ഫിനിഷ് ചെയ്യും. 26 വർഷം മാനേജറായ ഫെർഗ്യൂസന്റെ റിപ്ലേസ്മെന്റ് ഒരു സീസൺ പോലും ലാസ്റ്റ് ചെയ്തില്ല. നെക്സ്റ്റ് മാനേജർ ലൂയി വാൻ ഹാൾ. വാൻ ഹാൾ വന്ന സമ്മറിലായിരിക്കും
ഗ്ലേസേഴ്സ് ആദ്യമായിട്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലോണം സ്പെൻഡ് ചെയ്യണത്. നല്ലോണം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടെ ക്യാഷ് അല്ല, ഇത് യുണൈറ്റഡ് തന്നെ ജനറേറ്റ് ചെയ്ത ക്യാഷാണ്. ആൻഡ്രെ ഹെറേറേനെയും ഡെയ്ലി ബ്ലിൻഡിനെയും ലൂക്ക് ഷോനെയും യുണൈറ്റഡ് മേടിച്ചു. ആൻഡ് അവസാനം ഒരു ബ്രിട്ടീഷ് റെക്കോർഡ് ഫീന് റയൽ മാഡ്രിഡിൽ നിന്ന് ആംഗൽ ഡി മറിയനെ. പക്ഷേ ആ സീസൺ യുണൈറ്റഡ് ടൈറ്റിൽ ചാലഞ്ച് പോലും ചെയ്തില്ല. ചെൽസിയും മൊറീനിയോയും ചാമ്പ്യൻസായി ആൻഡ് യുണൈറ്റഡ് 4th ആയി. അടുത്ത സീസൺ 5th ഫിനിഷ് ചെയ്തുകൊണ്ട് വാൻഹാൾ സാക്ഡായി. വാൻഹാളിൻ്റെ റിപ്ലേസ്മെൻറ്റ് ജോസെ മൊറീനിയോ. വാൻഹാളിൻ്റെ ഫസ്റ്റ് സമ്മർ പോലെ തന്നെ ജോസയുടെ ഫസ്റ്റ് സമ്മറിലും യുണൈറ്റഡ് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്തു. ഹെൻറിക് മിക്കിറ്റാരിയൻ, സ്ലാത്താൻ ഇബ്രാഹിമോവിച്ച്, എറിക് ബായി ആൻഡ് ഒരു വേൾഡ് റെക്കോർഡ് ഫീന് പോൾ പോഗ്ബ. ലീഗിൽ ആ സീസൺ 6th ആണ് യുണൈറ്റഡ് ഫിനിഷ് ചെയ്തെങ്കിലും യൂറോപ്പ ലീഗ് ജയിച്ചത് കൊണ്ട് യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അടുത്ത സീസൺ മാറ്റിച്ചിനെയും ലുക്കാക്കുവിനെയും ലിൻഡലോഫിനെയും സൈൻ ചെയ്ത യുണൈറ്റഡും മൊറീനിയോയും 2nd ഫിനിഷ് ചെയ്യും. ഫെർഗി റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് യുണൈറ്റഡിന്റെ ഹയസ്റ്റ് ഫിനിഷ്. പെപ് ഗോർഡിയോളനെ സെഞ്ചുറിയൻസ് ആയ മാൻ സിറ്റിനെ ചാലഞ്ച് ചെയ്യാൻ മൊറീനിയോന് 5 പുതിയ പ്ലെയേഴ്സിനെ വേണമെന്ന് പറയും. ആൻഡ് ബോർഡ് മൊറീനിയോനെ കൊടുക്കണതും ഫ്രെഡ്, യങ്സ്റ്ററായ ഡിയാഗോ ഡലോട്ട് ആൻഡ് 3rd ചോയ്സ് ഗോൾ കീപ്പറായ ലീ ഗ്രാൻഡ്. ആസ് യൂഷ്വൽ മൊറീനിയോന്റെ 3rd സീസൺ സിൻഡ്രം ഹിറ്റ് ചെയ്തു ആൻഡ് സീസൺ കഴിയുന്നതിന് മുമ്പ് മൊറീനിയോ സാക്ഡായി. മൊറീനിയോയുടെ റിപ്ലേസ്മെന്റ് ഓളെ ഗണ്ണർ സോൾഷെയർ ഉണ്ടായിരുന്ന 2.5 വർഷം യുണൈറ്റഡ് ഒരു ട്രോഫി പോലും ജയിച്ചില്ല. അതിൻ്റെ ഒപ്പം തന്നെ യുണൈറ്റഡ് സൈൻ ചെയ്ത പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി. ആകെ ഓളിയുടെ ലാസ്റ്റ് സീസണിലാണ് യുണൈറ്റഡ് പ്രോപ്പറായ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തത്. ആൻഡ് അടുത്ത സീസൺ യുണൈറ്റഡിൻ്റെ മാനേജർ എറിക് ടെൻഹാഗിൻ്റെ ഫസ്റ്റ് സീസണിലും യുണൈറ്റഡ് അത്യാവശ്യം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു ആൻഡ് ടെൻഹാഗ് 3rd ഫിനിഷ് ചെയ്തു. പക്ഷേ അടുത്ത സീസൺ എഗെയിൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടന്നില്ല ആൻഡ് യുണൈറ്റഡ് ആ സമ്മറിൽ സൈൻ ചെയ്ത പ്ലെയേഴ്സ് റാസ്മസ് ഹോയ്ലൻഡ് ഒക്കെ ആയിരുന്നു. ആ സീസൺ യുണൈറ്റഡ് 8th ആണ് ഫിനിഷ് ചെയ്യണത്. പക്ഷേ ആ സീസണിൻ്റെ എൻഡിൽ FA കപ്പ് ജയിച്ചതും കൊണ്ട് ടെൻഹാഗിനെ സാക്കിയില്ല. ഓൾസോ ഈ സീസണിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നടന്നു. ഗ്ലേസേഴ്സിന് ക്ലബ്ബ് സെല് ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി ആൻഡ് ക്ലബ്ബ് മേടിക്കാൻ റെഡിയായ 2 ആൾക്കാരായിരുന്നു, ഷെയ്ഖ് ജസീമും സർ ജിം റാഡ്ക്ലിഫും. ഷെയ്ഖ് ജസീമിന് വേണ്ടത് യുണൈറ്റഡിൻ്റെ ഫുൾ കൺട്രോൾ ആയിരുന്നു, 100% ഓണർഷിപ്പ്. യുണൈറ്റഡ് ഫുള്ളായിട്ട് വിൽക്കാൻ ഷെയ്ഖ് ജസീം ഓഫർ ചെയ്ത പ്രൈസിൽ ഗ്ലേസേഴ്സ് റെഡിയായിരുന്നില്ല. ജിം റാഡ്ക്ലിഫിൻ്റെ ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്തു. ജിം റാഡ്ക്ലിഫിൻ്റെ ഓഫറിൽ ഗ്ലേസേഴ്സും റാഡ്ക്ലിഫും 2 പേരും യുണൈറ്റഡിൻ്റെ ഓണേഴ്സ് ആയിരിക്കും. ഗ്ലേസേഴ്സ് യുണൈറ്റഡിൻ്റെ കമേഴ്ഷ്യൽ സൈഡും റാഡ്ക്ലിഫ് യുണൈറ്റഡിൻ്റെ സ്പോർട്ടിംഗ് സൈഡുമായിരിക്കും ടേക്ക് ഓവർ ചെയ്യണത്. ആൻഡ് ഒരു 3-5 വർഷത്തിൻ്റെ ടൈം ഫ്രെയിമിൽ റാഡ്ക്ലിഫ് യുണൈറ്റഡിൻ്റെ ഫുൾ കൺട്രോൾ ടേക്ക് ഓവർ ചെയ്യും. ആൻഡ് റാഡ്ക്ലിഫിൻ്റെ ഏറ്റവും ഫസ്റ്റ് സീസൺ ആയിരുന്നു 2024-25 സീസൺ. കഴിഞ്ഞ സീസണിൻ്റെ എൻഡിൽ FA കപ്പ് ജയിച്ചതും കൊണ്ട് എറിക് ടെൻഹാഗിനെ മാനേജറായിട്ട് യുണൈറ്റഡിൻ്റെ ബോർഡ് റീറ്റെയിൻ ചെയ്തു, വെറും 4 മാസത്തേക്ക് മാത്രം. സീസൺ തുടങ്ങിയ നവംബർ ആയപ്പോഴേക്കും ടെൻഹാഗിനെ സാക്ക് ചെയ്ത് റൂബൻ അമോറിമിനെ യുണൈറ്റഡ് അപ്പോയിന്റ് ചെയ്തു. ഇപ്പോഴും ഷെയ്ഖ് ജസീമിന് റാഡ്ക്ലിഫിൻ്റെയും ഗ്ലേസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യുണൈറ്റഡ് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അതിന് ഇനിയും കുറേ ബില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഷെയ്ഖ് ജസീം ഇത് ഇൻവെസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, വെറും 20 വർഷം കൊണ്ട് വേൾഡ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനായ ഒരു ക്ലബിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് ആകെ വേണ്ടത് പവറും ഗ്രീഡും മാത്രമാണ്. ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് യുണൈറ്റഡിൻ്റെ ഫ്യൂച്ചർ എന്നാണ്. യുണൈറ്റഡിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ, അതോ ബ്ലാക്ക് ബേണും ലീഡ്സൊക്കെ പോലെ റെലഗേഷനാണോ യുണൈറ്റഡിൻ്റെ ഫ്യൂച്ചർ? ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ്.